ഇടതുപക്ഷം എന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു വലിയ ഗുണം. കാരണം ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതിപക്ഷത്ത് മാറിയത് കേരളത്തിൽ നിന്ന് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പ്രതിപക്ഷത്തായപ്പോൾ എത്രയോ സ്കൂൾ കുട്ടികൾക്ക് പണിമുടക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്കൂൾ അവധികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, കോളേജിൽ എത്രയോ പഠിപ്പ് മുടക്ക് നടന്നിട്ടുണ്ട്. ചില പാർട്ടികൾ അങ്ങനെയാണ്, അവർക്ക് പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോഴാണ് എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിനും വിമർശിക്കാൻ കഴിയും, നമുക്ക് എല്ലാത്തിനെയും നമുക്ക് ഒരു നെഗറ്റിവിറ്റിയോടെ നോക്കാൻ കഴിയും, അതിനെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ കഴിയും. പക്ഷേ ഭരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെല്ലാം മൂടി മറക്കേണ്ടി വരും, എല്ലാ വായകളും മൂടി കെട്ടേണ്ടി വരും, നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അവരുടെ സംഘടനാത്മകമായിട്ടുള്ളൊരു പ്രതികരണ ശേഷിയുണ്ട്, അതൊക്കെ അടച്ചു വെച്ച് ഞങ്ങൾ ഭരണത്തിലാണ് പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള കിട്ടിയ ഗുണങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കോ വിദ്യാർത്ഥികൾക്കോ ഒന്നും കിട്ടിയിട്ടില്ല, തൊഴിൽ സംരംഭങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഭരിക്കാൻ താല്പര്യമുള്ളവർ പ്രതിപക്ഷത്തിൽ ഇരിക്കരുത്, പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ താല്പര്യമുള്ളവർ ഭരിക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.